ഡോക്ടർ സുൽഫി നെയോഹു കൂടി ചേരുകയാണ്. ഡോക്ടർ സുൽഫി, ഇപ്പോൾ ഈ ആൾക്കൂട്ടങ്ങൾ ഏതൊക്കെ തരത്തിൽ അപകടമുണ്ടാക്കും എന്നതിനെക്കുറിച്ചായിരുന്നു നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നത്. അതൊരു മെഡിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കിയാൽ എന്തൊക്കെ അപകട സാധ്യതകളാണ് ഒരു ആൾക്കൂട്ടം നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറം ഒരു ആളുകൾ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്ന ഒരു സ്ഥലത്തേക്ക് എത്തിച്ചേർന്നാൽ ഉണ്ടാകാൻ സാധ്യതയുള്ളത്? ഇപ്പോഴും നമുക്ക് തിരക്കുള്ള ഒരു സ്ഥലത്ത് സംഭവിക്കാവുന്ന ഏറ്റവും പ്രാഥമികമായ കാര്യം നമ്മുടെ ഏറ്റവും മുന്നിലോ അല്ലെങ്കിൽ ഇടയ്ക്കോ ഉള്ള ഒരാള് താഴേക്ക് വീഴുക എന്നുള്ളതാണ്. അദ്ദേഹം വീണ് കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ മേലിലേക്ക് നിരവധി ആൾക്കാർ വീഴുന്ന ഒരു രീതി ഉണ്ടായിത്തീർന്നേക്കാം. ഇല്ലെങ്കിൽ നിൽക്കുകയാണെങ്കിൽ പോലും നമുക്ക് നമ്മുടെ ശ്വാസോച്ഛ്വാസത്തിന് തടസ്സമുണ്ടാകുന്ന തരത്തിലുള്ള നെഞ്ചിന്റെ വികാസങ്ങളും അത് ശ്വാസമുള്ളിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന വികാസവും അല്ലെങ്കിൽ ശ്വസിക്കുവാനുള്ള ഒരു പൊതുവെയുള്ള ഒരു ബുദ്ധിമുട്ടും ശ്വാസത്തിന് തടസ്സം ഉണ്ടാകുന്ന തരത്തിൽ പോലും അമർന്നു പോകാനുള്ള ഒരു സാധ്യത എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് നമുക്ക് മറ്റ് ഹെഡ് ഇഞ്ചുറി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വീഴുകയാണെങ്കിൽ അതിലേക്ക് മറ്റുള്ളവർ ചവിട്ടുക അല്ലെങ്കിൽ മറ്റുള്ള ഭാഗങ്ങൾ വന്ന് ഇരിക്കുക, കൂടെ ആയിട്ട് കൂടുതൽ അടുക്ക് കണക്കിന് ആൾക്കാർ മുകളിലേക്ക് വീഴുക, അങ്ങനെ വരുമ്പോൾ ഹെഡ് ഇഞ്ചുറി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അബ്ഡമിനൽ ഇഞ്ചുറി ഉണ്ടാകാം, അതോടൊപ്പം തന്നെ ചെസ്റ്റിന് ഇഞ്ചുറി ഉണ്ടാകാം. അബ്ഡമിനിന്റെ ഇഞ്ചുറി ഉണ്ടാകുന്നത് പോലെ ഏറ്റവും ആയിട്ട് കാണപ്പെടുന്നത് പലപ്പോഴും ചെസ്റ്റിന് ഏൽക്കുന്ന ആഘാതങ്ങളാണ്. ചെസ്റ്റ് ശ്വസിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് നാം എത്തിച്ചേരുന്ന ഒരു രീതി ഉണ്ടായിപ്പോകും. പലപ്പോഴും ഇതിന് ഇത്തരം ഒരു ആൾക്കൂട്ടം ഉണ്ടാകാതിരിക്കുവാനായിട്ട് ലോകാരോഗ്യ സംഘടന ഉൾപ്പെടെയുള്ള പല പ്രൊഫഷണൽ ഓർഗനൈസേഷൻസും ഈ ഒരു സ്ക്വയർ ഫീറ്റ് അളവിൽ എത്ര ആൾക്കാർക്ക് നിൽക്കാമെന്നുള്ള വ്യക്തമായ മാനദണ്ഡങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ അതിനും അപ്പുറത്തേക്ക് ആൾക്കാർ പോകുന്നു. അത് മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഇത്തവണ ഈ കാര്യത്തിൽ സംഭവിച്ചിട്ടുള്ളത് ഗുരുതരമായ ഡീഹൈഡ്രേഷൻ, ഏതാണ്ട് 8-10 മണിക്കൂറിലേറെ നിൽക്കുന്ന അവസരത്തിൽ കുടിക്കാൻ വെള്ളം പോലും ലഭിക്കാത്ത അവസരത്തിലേക്ക് നീങ്ങിപ്പോവുകയും അതോടൊപ്പം ഒരു സഫോക്കേഷൻ ഉണ്ടാകുന്ന തരത്തിലുള്ള ആൾക്കൂട്ടം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് എന്ന് തോന്നുന്നു. ഇതിലെ പല കാരണങ്ങളും നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതാണ് എന്നുള്ളതാണ് ഒരു അടിസ്ഥാനപരമായ കാര്യം. പക്ഷെ ഏറ്റവും പ്രാഥമികമായിട്ടുള്ളത് നാം ഇത്തരം ഒരു ആൾക്കൂട്ടം ഉണ്ടാകാതിരിക്കുകയും ഒന്നിനുമേൽ ഒന്നായിട്ട് ആൾക്കാർ മറ്റൊരാളിന്റെ മുകളിലേക്ക് വീഴുന്ന ഒരു സാഹചര്യമോ അല്ലെങ്കിൽ അവർ അമർന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാതിരിക്കുക എന്നുള്ളതാണ്. പ്രാഥമികമായിട്ട് ചെസ്റ്റിലെ ശ്വസിക്കാൻ പറ്റാത്ത തരത്തിലുള്ള സമ്മർദ്ദമാണ് പലപ്പോഴും മരണത്തിലേക്ക് ആൾക്കാരെ തള്ളിവിടുന്നത് എന്നുള്ളതാണ് കരുതപ്പെടുന്നത്. നന്ദി ഡോക്ടർ സുൽഫി നെയോഹു. ഒപ്പം അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ, വളരെയധികം നന്ദി ഈ വിഷയത്തിൽ സംസാരിച്ചതിന്. ഏതായാലും കരൂർ നമുക്കെല്ലാവർക്കും തന്നെ പാഠമാകണം. വ്യക്തികൾ എന്നുള്ള നിലയ്ക്ക് നമ്മൾ ഓരോരുത്തരും അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണം. കാരണം ആളുകൾ തിങ്ങി നിറഞ്ഞ ഒരു സ്ഥലത്തേക്ക് എത്തുമ്പോൾ അവിടെ ഒരു അപകട സാധ്യത ഉണ്ട് എന്നുള്ള ഒരു ജാഗ്രത, അങ്ങനെ ഒരു ബോധം നമ്മൾക്ക് വ്യക്തികൾ എന്ന നിലയ്ക്ക് തന്നെ നമ്മളിൽ ഓരോരുത്തരിലും രൂപപ്പെട്ട് വരേണ്ടതാണ്. അതുപോലെ തന്നെ നമ്മുടെ സർക്കാർ സംവിധാനങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് കണ്ണു തുറന്ന് പ്രവർത്തിക്കണം. നിയമങ്ങൾ കൃത്യമായി പാലിക്കപ്പെടണം. മാനദണ്ഡങ്ങൾ കർശനമായി നടപ്പാക്കണം. അതില്ലെങ്കിൽ ആണ് കരൂർ പോലുള്ള ദുരന്തങ്ങൾ ആവർത്തിക്കുക. അതുകൊണ്ട് നമുക്ക് ജാഗ്രതയോടെ തന്നെ ആൾക്കൂട്ടങ്ങളെ കാണേണ്ടി വരും.